ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ 2 മാസം പോയി അറിഞ്ഞേയില്ല. ഇന്നാണ് ഏഞ്ചലിൻ്റെ ബാക്ക് ടു സ്കൂൾ ഡേ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഏഞ്ചൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ പതിവ് പോലെ രാവിലെ എണീറ്റ് കുളിച്ചും നനച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഏഞ്ചൽ ബൈബിളിൽ ഒരു വാക്യവും വായിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ഓടിച്ചെന്ന് അവർ കാലേ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. പിന്നെ ഇറങ്ങാൻ നേരം എനിക്ക് വന്ന് ഒരു മുത്തം തന്നെ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങി. ഏഞ്ചലിൻ്റെ സ്കൂളിൽ പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ 2 സൈഡ് നോക്കി ഭയങ്കര രസമുണ്ടല്ലേ. നല്ല ഗ്രീനറി, അതിൻ്റെ കൂട്ടത്തിൽ സ്കൈയുടെ ബ്ലൂ കളർ, അപ്പോൾ ഗ്രീനും ബ്ലൂവും കൂടെ ഒരുമിച്ച് കാണാൻ രസമുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏഞ്ചൽ ഏത് സ്കൂളിലാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏഞ്ചൽ രക്ഷാപ്പെട്ട് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് തെങ്ങനെയാണ് പഠിക്കുന്നത്. ഏഞ്ചൽ അവിടെ LKG മുതലെയാണ് പഠിക്കുന്നത്. പിന്നെ അവർക്ക് ബസ് സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനില്ല. ബസ്സിൽ ഒരു ആയമുണ്ട്. അപ്പോൾ കുഞ്ഞു പിള്ളേരെ നോക്കാനും അവരുള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ വേണ്ട. അതുപോലെ തന്നെ അവർ കൃത്യമായിട്ട് അതാത് പിള്ളേരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പിള്ളേരെ ഇറക്കുകയും ചെയ്യും സേഫായിട്ട്. അപ്പം പിന്നെ അതിൽ നമുക്കൊന്നുകൂടെ ബെറ്റർ. അങ്ങനെ ഞങ്ങളിതാ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഏഞ്ചലിൻ്റെ സ്കൂൾ ബസ് ഞങ്ങളെ ക്രോസ് ചെയ്തത്. അപ്പോൾ ഏഞ്ചൽ പറഞ്ഞു, മമ്മ വേഗം, ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഏഞ്ചലിനെ കൊണ്ടുവിടാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. അന്നേരം ഞങ്ങൾ കണ്ടു ഇവിടെ 2 പോലീസുകാരുണ്ട്. അതുപോലെ തന്നെ ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ്. നോക്കിക്കേ, ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിൻ്റെ എംബ്ലം ഉണ്ട്. പിന്നെ ഏത് വർഷമാണ് ഇത് സ്റ്റാർട്ടായത് അതും അവിടെ എഴുതിയിട്ടുണ്ട്. ഈ എൻട്രൻസിൽ കൂടെ പോകാൻ ഇച്ചിരി പാടാണ് ഇന്ന്. ബിക്കോസ് ഇന്ന് ഒത്തിരിയും വണ്ടികളുണ്ട്. അതിൻ്റെ കൂടുതൽ സ്കൂൾ ബസ്സും കയറുന്നുണ്ട്. അപ്പം പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ നോ പ്രോബ്ലം, നമ്മൾ പതുക്കെയാണെങ്കിലും നമ്മൾ കോളേജിൻ്റെ ക്യാമ്പസിൽ വന്ന് എത്തിച്ചേരുന്നു. ഇതാണ് മോണ്ടേസറി ബ്ലോക്ക്, കണ്ടോ. പക്ഷെ ഇന്ന് ക്ലാസ് ഓപ്പൺ അല്ലാതെ ആയതുകൊണ്ട് അവിടെ പിള്ളേരെ ഒന്നും കാണാനില്ല. ഇതാണ് പ്ലേ ഗ്രൗണ്ട്. പിന്നെ ഇതാണ് അവരുടെ ക്യാൻറ്റീൻ. നോക്കിക്കേ, ഇച്ചിരി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ക്യാൻറ്റീനാണ്. ഇവിടെ നിന്നാണ് ഹോസ്റ്റൽ പിള്ളേരും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഓഫീസ് സ്റ്റാഫും എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. നമ്മൾ നമ്മുടെ 2 വീലർ പാർക്കിംഗ് ഏരിയയിൽ വന്നെത്തിച്ചേർന്നു. അവിടെ തന്നെയാണ് അവരുടെ സ്കൂൾ ബസ്സും പാർക്ക് ചെയ്യുന്നത്. അവിടെ എനിക്ക് ഇച്ചിരി സ്ഥലം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്കൂട്ടി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഏഞ്ചലിൻ്റെ ബസ് ഫീസും കൂടെ അടച്ചാലോ. അങ്ങനെ ഞാൻ ബസ് ഫീസ് അടയ്ക്കാൻ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഫീസ് അടച്ചിട്ട് വന്നു. ഇതാണ് നമ്മുടെ പേൾ ജൂബിലി ബ്ലോക്ക്. ഇവിടെയാണ് ഏഞ്ചലിൻ്റെ ക്ലാസ്. ഏഞ്ചൽ ഇപ്പം 4th സ്റ്റാൻഡേർഡിലാണ്. ഇപ്രാവശ്യം ഏഞ്ചലിൻ്റെ ഡിവിഷൻ മാറിയേ. കഴിഞ്ഞ പ്രാവശ്യം Aയിലായിരുന്നു, ഇപ്രാവശ്യം ഏഞ്ചൽ Fയിലാണ്. അതുപോലെ തന്നെ പിള്ളേരെല്ലാം ഷഫ്ലിംഗ് ചെയ്തതുകൊണ്ട് ഏഞ്ചലിന് വലിയ സന്തോഷമില്ല. പിന്നെ പഴയ 5 പിള്ളേർ കൂടെയുണ്ട്. അങ്ങനെ അഡോൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഏഞ്ചലിൻ്റെ ക്ലാസ്സും തപ്പിക്കൊണ്ട് പോന്നു. ഞാൻ പുറയിലുണ്ടേ. അങ്ങനെ 4F എവിടെയാണെന്ന് നോക്കി ഫൈനലി 4Fൻ്റെ ഫ്രണ്ടിൽ വന്നു. അന്നേരം അറിഞ്ഞ് ഏഞ്ചലിൻ്റെ ക്ലാസ് മിസ് ഈ പ്രാവശ്യം ദീന മാം ആണ്. അങ്ങനെ ദീന മാമിനെ കണ്ടു, വിഷ് ചെയ്തു, ഏഞ്ചലിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോഴാണ് താഴെ നല്ലൊരു പെയിൻറ്റിങ് കണ്ടു. നോക്കിക്കാൻ നല്ല രസമല്ലേ ആ പെയിൻറ്റിങ്. അങ്ങനെ ആ പെയിൻറ്റിങ്ങും കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.